പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ഈശോയെ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ ദിവസം ഈ പുലരി കാണുവാൻ ഇടയാക്കിയതിന് നന്ദി പറയുന്ന ഈശോയെ, ഒത്തിരിയേറെ ആൾക്കാർ അക്ഷമരായി ആകാംക്ഷയോടെ ഈ ദിവസങ്ങൾ കപാസനത്തിലുണ്ടായിരുന്നെങ്കിലെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈ കുരിശിൻ്റെ ആശീർവാദം അമ്മേൻ്റെ പുറകെ നിൽക്കുന്ന മക്കളെ നിങ്ങൾ ആശീർവദിക്കുന്നതിന് വേണ്ടി അമ്മ നിങ്ങളുടെ ജീവിതത്തിലെ കണ്ണുനീര് ഇന്നത്തെ ദിവസം അമ്മ പ്രത്യേകമായ കൃപ നൽകി അനുഗ്രഹം നൽകിക്കൊണ്ട് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സങ്കടങ്ങളിൽ നിന്നും രോഗ അരിഷ്ടതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവെ, എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് 2004 അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ. അത് ഏറ്റെടുത്തപ്പോൾ ദൈവം മഹത്വപ്പെട്ടതിൻ്റെ തുടർ ദൈവാനുഭവങ്ങളാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ. എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും അതിൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ നിമിഷം ആവശ്യിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും
ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക. നിങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ പുനഃസമർപ്പണം ചെയ്യുക. ആ പുനഃസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിലെ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും എല്ലാവരും ഇവിടെ ഇന്ന് ഇക്കാര്യങ്ങളിലെല്ലാം സാക്ഷ്യം പറയണത് ഞങ്ങൾ ഈ ജീവിതം ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടതേ ഉള്ളൂ. ഞാൻ കുറച്ച് മുമ്പ് അൾത്താറ എന്ന സമയത്ത് കേട്ട സാക്ഷ്യം എന്ന് പറയണത് ഈ ജീവിതകാലം മുഴുവനും ഉടമ്പടി ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉടമ്പടി എന്നാണ്. അത് ഉടമ്പടി ആണ് ജീവിതം എന്ന് പറയുന്നവരുണ്ട്. എനിക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാളും എന്തുമാത്രം വലിയ ആഴത്തിലാണ് മനുഷ്യർ അനുഭവിച്ചതെന്ന് ഓർക്കും. കർത്താവേ, അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിന്ന് നിങ്ങളുടെ കൂടപ്രഭുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഞാൻ ഈ നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങൾ ഈ ആഴ്ച ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, ഈ മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയിട്ട് ഇതെങ്ങനെ ചെയ്ത് ഒപ്പിക്കും അവസാനിപ്പിക്കുമെന്ന് വിഷമിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് പരിശുദ്ധമ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസങ്ങളിലെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളിലും തീരെ ശാരീരികമായ വേദനകളിലും ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ശരീരം ഊത്തറുള്ളവർ, ത്വക്ക് രോഗികൾ, കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ കുളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ മറ്റുള്ളവരെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവർ നിങ്ങൾ ആരെക്കുറിച്ചങ്ങാണ് ഓർക്കുന്നത് അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും കൃപയുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ചൈതന്യം ഈ മാസം മുഴുവനും നിറഞ്ഞു നിൽക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്താവിട്ടെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം നിന്നെ മാറ്റുകയും ചെയ്യട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരശ്വരം നീക്കുവാണ്. ഇന്ന് വലിയ ദിവസമാണ്. ആയിരക്കണക്കിന് മനുഷ്യർ മാതാവിൻ്റെ മരിയ സന്നിധാനം തുറന്നതിൻ്റെ ഭാഗമായി കടലോരത്തൊക്കെ കായല് മുറിക്കുമ്പോൾ കായലിലെ ജലം വലിയ ജലപ്രവാഹമായി കടലിലേക്ക് എത്തിച്ചേരുന്ന പോലെയാണ്. മാതാവിനെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ദിവസം പരിശുദ്ധമ്മയെ കാണാനും പ്രാർത്ഥിക്കാനും ജനങ്ങളെ കൃപാസനത്ത് വരുന്ന കഴിഞ്ഞ പോലും ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളുണ്ടായിരുന്നു. ഞെരുക്കം, അപകടകരമായ ഞെരുക്കം. ഈ പ്രാവശ്യം നമ്മളത് പല സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷകളെല്ലാം നിർത്തി ഒരു മാതാവിനെ കണ്ട് ശാന്തവും സൗമ്യമായി അവരുടെ സങ്കടങ്ങളും നന്ദിയും ഒക്കെ പറഞ്ഞ് അൾത്താര തുറന്നു തൊട്ട് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ 5 മണിക്കാണ് അൾത്താര തുറന്നത്. ഈ നല്ല ദിവസത്തിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഏറ്റെടുത്ത് ജീവിതത്തിലേക്ക് പകർത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ജീവിതം ഇന്ന് ദൈവത്തിൽ ആഘോഷിക്കുന്നത്. എല്ലാത്തിനും നന്ദി പറയുന്ന ഒരു കൃതജ്ഞതാ ദിനം കൂടിയാണിന്ന്. എനിക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട്. കാരണം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകവ്യാപകമായ രീതിയിൽ സഭ ഔദ്യോഗികമായി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുമ്പോൾ ലോകത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ അന്ന് പറഞ്ഞത്. എത്ര ദുരന്തങ്ങൾ അതിനുശേഷമാണ് ദുരന്തങ്ങളെല്ലാം വരാൻ തുടങ്ങിയത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-ാം തീയതിയാണെങ്കിലും അടുത്ത ഡിസംബർ ആ മാസത്തിന് 26-ാം തീയതി ആയപ്പോഴാണ് സുനാമി വന്നത്. പിന്നെ നമുക്കറിയാം ചിക്കൻ ഗുനിയ, 2006 ചിക്കൻ ഗുനിയ,
2009-12 നിപ്പ വൈറസ്, അതിനിടയ്ക്കുള്ള ദുരന്തത്തിൻ്റെ ഇടക്കാല ദുർമുഖം പോലെ തക്കാളിപ്പനികളും പക്ഷിപ്പനികളും, പിന്നീടത് നമ്മളെത്തി ഇത് 18 മഹാപ്രളയം, അതിനുശേഷം 19 കോവിഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകളൊക്കെ ദുരന്തമായിട്ട് ഇപ്പോഴും നമ്മുടെ മേഖലകളൊന്നും ഇപ്പോഴും ഉണർന്നു വന്നിട്ടില്ലല്ലോ. കടക്കാരുകളെല്ലാം കമ്പോളങ്ങളെല്ലാം ഇപ്പോഴും കടക്കണിയിലാണ്. 2 കൊല്ലം കച്ചവടം ഉണ്ടായിരുന്ന കച്ചവടം പൂട്ടിയതിൻ്റെ പേരിൽ പലിശ ഗവൺമെൻറ്റോ അതുപോലെ തന്നെ ബാങ്കോ പലിശ ഒന്നും ഇളവ് ചെയ്ത് കൊടുത്തില്ലല്ലോ. അതിൻ്റെ പേരിൽ പലിശക്ക് പലിശയായിട്ട് എന്തുമാത്രം മനുഷ്യരാണ്. അതിൽ നിന്നും കരകയറിയിട്ടില്ല. അതിൻ്റെ സങ്കടങ്ങളൊക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അത് ദുരന്തമായി പോവുകയാണ്. ഈ ഒരു കാലത്താണ് അമ്മ ആശ്വാസത്തിൻ്റെ ഒരു പച്ചത്തുരുത്ത് പോലെ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വലിയ അനുഗ്രഹം തന്നത്. അത് അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ അകത്ത് അഭിഷേകത്തോടെ മുഴുകിയവരെല്ലാവരും എല്ലാ ക്രൈസിസിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. പലരും അത് ഒരു അനുഷ്ഠാനം പോലെ എടുക്കുകയും വളരെ ഇക്കോണമിക്കായിട്ട് അതിനെ കാണുകയും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ദൈവമായിട്ടുള്ള ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കാണ് അല്പമെങ്കിലും അധ്യയനം വരൾച്ച വന്നത്. ബാക്കി എല്ലാവരും പറഞ്ഞ സാക്ഷ്യങ്ങൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് ലൂക്കാസ് സുവിശേഷം 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത അത് ഉടമ്പടിയിലാണ് നമ്മൾ ശരിക്കും അനുഭവിക്കുന്നത്. ഉടമ്പടി നിർത്താത്ത ഒരു ക്രിസ്മസ് അനുഭവമാണ്, ഒരു രക്ഷാനുഭവമാണ്. എല്ലാ മനുഷ്യരും ഉടമ്പടി ചെയ്യുന്ന എല്ലാ തരം മനുഷ്യർക്കും ദൈവം വലിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും, നിങ്ങൾക്കിവിടെ വരാൻ കഴിഞ്ഞില്ല എന്നെങ്കിലും നിങ്ങൾ വിഷമിക്കരുത്. ഞങ്ങൾ ഇന്ന് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ നടക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനകളിലും ആരാധനകളിലും എല്ലാം ഞങ്ങൾ ഓർക്കും. പ്രസാദര മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഈ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം കിട്ടിയതിൽ ഞാൻ വളരെ ഭാഗ്യവതിയും അതിനോടൊപ്പം തന്നെ അനുഗ്രഹവതിയും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് ഐശ്വര്യ ജേക്കബ്. ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കട്ടപ്പന സെൻറ്റ് ജോർജ് ഫോറൻ ചർച്ചിലെ ഇടവക അംഗമാണ്. ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിട്ടാണ്. 2019 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത്. അപ്പോൾ അന്ന് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോസ് കാണും. അങ്ങനെയൊക്കെ ഈ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ എന്തെങ്കിലും എക്സാമിൻ്റെ സമയത്തിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ എനിക്ക് കൃപാസനത്തിനോട് എപ്പോഴും ഒരു ഓൺലൈൻ വഴിയായിട്ടുള്ള ബന്ധം എല്ലാ രീതിയിലും ഞാൻ കൂടുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ഞാൻ കുറേ പേരുടെ അടുത്ത് കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത കൃപാസനമുണ്ട്, മാതാവിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിരുവല്ലയിൽ പുഷ്പഗിരിയിൽ BSc നഴ്സിംഗ് പഠിക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷമാണ് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം എനിക്ക് എൻ്റെ ആഗ്രഹം പുറത്ത് ജോലിക്ക് പോകണം എന്നായിരുന്നു. പക്ഷേ ഇപ്പം പുറത്തോട്ടൊന്നും ഇൻടേക്സ് ഇല്ല. പിന്നെ ഞാനൊരു ഫ്രഷറാണ്. അപ്പം എനിക്ക് അബ്രോഡ് ഒരു ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമായിരുന്നു. ഇനി ഒരിക്കലും നടക്കത്തില്ല. അന്ന് എക്സ്പീരിയൻസ് ഇല്ലാതെ ആരെയും ഇപ്പം പുറത്തോട്ട് എടുക്കുന്നില്ല. OET ഇതൊക്കെ എക്സ്പയർ ആയിട്ടുള്ളവർ വരെ എൻ്റെ സീനിയേഴ്സ് നിൽക്കുക. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം നടക്കത്തേ ഇല്ലെന്ന ഒരു ഇതിൽ സങ്കടമായിരുന്നു. അപ്പം എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അത്ര താല്പര്യമില്ലായിരുന്നു ഞാൻ നഴ്സിങ്ങിന് പോകണമെന്ന്. അപ്പം എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ തന്നെയാണ് പുഷ്പഗിരി സെലക്ട് ചെയ്തത്. എല്ലാം എൻ്റെ ഇഷ്ടത്തിനായിരുന്നു ഞാൻ ഇത്രയോ ചെയ്തു വന്നത്. അപ്പം പെട്ടെന്നാണ് ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഒരു UK നിന്ന് ഒരു NHS ഇൻ്റർവ്യൂ റിക്രൂട്ട്മെൻറ്റ് വന്നത്. അപ്പം 50 പേര് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. അതിൽ 38 പേര് ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിതിൽ സെലക്ഷൻ തരണമേ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് UK പോകണമെന്ന്, എനിക്ക് ഇത് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പം 22 പേരെ സെലക്ട് ആക്കിയതിൽ ഒരാൾ ഞാനായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കര പഠിത്തക്കാരിയല്ല, എന്നാൽ അത്ര പഠിക്കത്തില്ലായകയല്ല. ഞാനൊരു മിഡിൽ ലെവലിലായിരുന്നു. എങ്ങനെയാണേലും എക്സാമിനെല്ലാം ഞാൻ പാസ്സാകും, അങ്ങനത്തെ ഒരു ലെവലിലുള്ള ആളായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കിട്ടി.
ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് 20 എന്നുള്ള ഡേറ്റിനുള്ളിൽ OET CBT ബാക്കി NMC പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജാനുവരിയിൽ UK പോകാൻ പറ്റും എന്നാണ്. അത് എത്രത്തോളം സത്യമാണോ ഒന്നും അറിയത്തില്ല. അപ്പം എനിക്ക് ഉണ്ടായിരുന്നു OET CBT ഒക്കെ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഉടമ്പടിയിൽ സാക്ഷ്യങ്ങൾ ഭയങ്കര പാടാണ്, അത് പാസ്സാകണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ്, എത്ര പഠിക്കുന്നവർക്കാണെങ്കിലും അതൊന്നും കിട്ടത്തില്ല, ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഇംഗ്ലീഷിൽ ഞാനൊരു ഇച്ചിരി കോൺഫിഡൻ്റ് ആയിരുന്നു. എൻ്റെ കോളേജിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇംഗ്ലീഷിലുള്ള MCs എല്ലാം ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമെന്ന്. അപ്പം എൻ്റെ കൂടെയൊക്കെ ഉള്ളവർ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുണ്ട്. പക്ഷേ എനിക്കൊരു ഇതെല്ലാം എനിക്കിതെല്ലാം ഫോളോ ചെയ്യാൻ പറ്റുമോ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതെല്ലാം അതേപടി ഫോളോ ചെയ്തില്ലെങ്കിൽ മാതാവ് നമുക്ക് തിരിച്ച് എന്തെങ്കിലും നമുക്ക് എതിരായിട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കണ്ട, അല്ലാതെ തന്നെ ഇപ്പം ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു പോകാം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാം എന്നുള്ള രീതിയിൽ നിന്നു. അപ്പം ഞാൻ മാർച്ചിലാണ് എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞത്. ഈ 2025 മാർച്ചിൽ എൻ്റെ എല്ലാം കോളേജിലെല്ലാം കഴിഞ്ഞ് ഞാൻ 17th OET ജോയിൻ ചെയ്തു. എനിക്ക് OET ഈസി ആയിട്ട് തോന്നി. റീഡിങ് എന്ന മൊഡ്യൂൾ മാത്രം എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും തോന്നി. അപ്പോഴും ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു. ഉടമ്പടി എടുത്തില്ല, പ്രാർത്ഥിച്ചിട്ട് പോയി. ലൈറ്റ് ആൻഡ് ക്യാൻഡിലെല്ലാം ഇടുന്നുണ്ട്. പക്ഷേ ഉടമ്പടി എടുക്കാൻ എനിക്ക് എന്തോ പോലെയായിരുന്നു. ഇനി കൃപാസനത്തിൽ പത്രം കൊടുക്കുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പേടി. പത്രം കൊടുക്കുമ്പം ആൾക്കാരാരെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ, അപ്പം എന്തോ പോലെ നമുക്ക് നാണക്കേട്, അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കാതെ നമുക്ക് എക്സാം എഴുതി നോക്കാം. അങ്ങനെ ഞാൻ മെയ് 24 എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം എനിക്ക് റീഡിങ് 2 മാർക്കിന് പോയി. ബാക്കി എല്ലാ മൊഡ്യൂൾസിനും എനിക്ക് നല്ല മാർക്കുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അതെന്ത് പറ്റി എനിക്ക് തരാം. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം കുറച്ച് പേർക്ക് കിട്ടി. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എനിക്ക് എന്തുകൊണ്ട് മാതാവ് തന്നില്ല, എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴും എനിക്ക് എന്നിൽ തന്നെയായിരുന്നു കോൺഫിഡൻസ്, കിട്ടുമായിരുന്നല്ലോ. പക്ഷെ ഞാൻ ഒരിക്കലും എനിക്കതിൽ OET കിട്ടാനുള്ള കഴിവുണ്ടെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. അങ്ങനെ കുറേ സങ്കടപ്പെട്ട് ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേറ്റ് എടുത്ത് ജൂൺ 28 എക്സാം എഴുതി. ജൂൺ 28 എക്സാം എഴുതിയപ്പോഴും എനിക്ക് പിന്നെയും റീഡിങ് 1 മാർക്കിന് പോയി. ബാക്കി എല്ലാ മൊഡ്യൂളിലും അതേ സെയിം മാർക്ക് തന്നെ. അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി. എൻ്റെ കൂടെ ഉള്ളവർക്കെല്ലാം കിട്ടി. ഇൻ്റർവ്യൂ 22 പേരിൽ കിട്ടിയിൽ പകുതി പേർക്ക് OET പാസ്സായി. അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും പാസ്സായി. എന്നിട്ടും എനിക്ക് ആദ്യം കിട്ടും എന്ന് പറഞ്ഞായിരുന്നു എനിക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കൃപാസനത്തിൽ അപ്പം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉറപ്പായിട്ടും കിട്ടും, കൂടെ ഉള്ളവർക്കെല്ലാം കിട്ടിയല്ലോ, അപ്പോൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ ഇനി അടുത്ത ഒരു അറ്റംപ്റ്റും കൂടെ ചെയ്ത് നോക്കാം, അതിൽ എന്നാണെങ്കിലും എനിക്ക് കിട്ടും, എനിക്ക് ഉറപ്പാണ്, ഇത്രയും വരെ വന്നില്ല, ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി എടുക്കാൻ ഞാൻ പിന്നെ ഒരു മടി കാണിച്ചു. അങ്ങനെ ഞാൻ ജൂലൈ 12 പിന്നെയും ഡേറ്റ് എടുത്ത് എക്സാം എഴുതി. ആ എക്സാം എഴുതി ആദ്യത്തെ 2 എക്സാമും റീഡിങ് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. മൂന്നാമത്തെ ഞാൻ എക്സാം എഴുതി. ഉടമ്പടി എടുക്കാതെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പിന്നെയും പോയി എക്സാം എഴുതിയത്. എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ ആദ്യത്തെ സെക്ഷനിൽ 2 അറ്റൻഡും ചെയ്തില്ല. എന്തെങ്കിലും എഴുതി വെക്കേണ്ട ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കണ്ടല്ലോ എന്നോർത്ത് ഒരു 5-6 ആൻസർ ഞാൻ വെറുതെ എഴുതി വെക്കുകയും ചെയ്തു. എനിക്ക് എന്തോ ചെയ്യേണ്ട ഭയങ്കര സങ്കടം, ഡിപ്രഷൻ, ആരോടും മിണ്ടാൻ ഇഷ്ടമില്ല. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എന്നെ വിളിക്കുമ്പം എനിക്ക് പറയാനോ അവരോടൊന്നും മിണ്ടാനോന്നേ ഇല്ല. വീട്ടിലാണെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല. അങ്ങനെ ഒരു ദിവസം ജൂലൈ 12 ഞാൻ എക്സാം എഴുതി. ജൂലൈ 15 ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പോവാന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ കട്ടപ്പനയിൽ നിന്ന് രാവിലെ 4:15 ഒരു ബസ്സൊക്കെ നോക്കി കണ്ടുപിടിച്ച് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായിരുന്നു. ഞാൻ ഇവിടെ ഒരു കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ എന്നെ തന്നെ മെൻ്റലി പ്രിപ്പയർഡ് ആക്കി, ഇതെല്ലാം ഞാൻ ഫോളോ ചെയ്യും. എന്നിട്ട് പക്ഷേ എനിക്കൊരു സങ്കടമായിരുന്നു, ഞാൻ എക്സാം കഴിഞ്ഞിട്ടാണല്ലോ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഈ അറ്റംപ്റ്റിൽ എനിക്ക് തന്നില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം എനിക്ക് ഓൾറെഡി അറിയാം ഇത് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു, എൻ്റെ മെറിറ്റിൽ ഏതായാലും എനിക്കിത് കിട്ടത്തില്ല. അപ്പം ഇനി ഒരു അറ്റംപ്റ്റും കൂടെ എനിക്ക് ചാൻസ് ഉള്ളൂ. ഓഗസ്റ്റ് 20 ആണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഓഗസ്റ്റ് 9 കൂടെ എനിക്കിനി എക്സാം ഉള്ളൂ. അപ്പം ആ അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാക്കി തന്നാൽ മതി. അതിന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയും ചെയ്തു. ആ അറ്റംപ്റ്റിൽ ഞാൻ എന്താണെങ്കിലും പാസ്സാകും, കാരണം ഞാൻ ഇപ്രാവശ്യം ഉടമ്പടി എടുത്തു, ഫുൾ കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചപ്പോൾ എനിക്ക് ഓഗസ്റ്റ് 9 പാസ്സാണെന്ന് എഴുതാൻ തോന്നിയില്ല. ഞാൻ എഴുതിയ എക്സാമിൽ തന്നെ എന്നെ പാസ്സാക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗത്തിൽ എഴുതിയത്.
അങ്ങനെ ഇവിടുന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ കരഞ്ഞോണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത്. ഇനി ഞാൻ ഇവിടെ വരണമെങ്കിൽ ചിരിച്ചോണ്ടല്ല, ഞാൻ ഇങ്ങോട്ട് എന്നെ വരുത്തരുതേ. അന്ന് ഞാൻ ഇവിടുന്ന് എൻ്റെ വീട് എത്തുന്ന രാത്രി 11:30 ആയി. അതുവരെ ഞാൻ എനിക്ക് ഭയങ്കര ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര വൊമിറ്റിങ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉള്ള ആളാണ്. ഞാൻ ഇവിടുന്ന് കയറിയപ്പോൾ തൊട്ട് എൻ്റെ വീട് എത്തുന്നിടം വരെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടായിരുന്നത്, എനിക്ക് എങ്ങനെയും എന്നെ ഒന്ന് പാസ്സാക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഗ്രാജുവേഷനായിരുന്നു July 18 നഴ്സിങ്ങിൻ്റെ. അപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ ഗ്രാജുവേഷന് പോകത്തില്ല, എനിക്ക് നാണക്കേട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ പോയി ഞാൻ എങ്ങനെ ഇത്രയും അറ്റൻഡ് ചെയ്തിട്ട് ഇത്രയും ഇംഗ്ലീഷ് അറിയാവുന്ന ആളായിട്ട് എനിക്കിത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു. ഞാൻ ഗ്രാജുവേഷന് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ July 15 ഞാൻ ഉടമ്പടി എടുത്തു. 18 ഗ്രാജുവേഷൻ. 17 എൻ്റെ OETയുടെ റിസൾട്ട് വന്നു. എനിക്ക് 350 വേണ്ടിടത്ത് 360 മാർക്സ് തന്ന് റീഡിങ്ങും എല്ലാ മൊഡ്യൂൾസിനും B ഗ്രേഡ് തന്ന് ഞാൻ പാസ്സായി. ഇത് എനിക്ക് 0 മെറിറ്റാണ്. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ആണത്. ഒരു യോഗ്യതയില്ല. ഞാൻ ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു തേർഡ് എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം. വീട്ടിലും എനിക്ക് മാത്രം, എൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്നവരോട് പോലും ഞാൻ പറഞ്ഞില്ല ഞാൻ എക്സാം എഴുതിയെന്ന്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഗ്രാജുവേഷന് സന്തോഷത്തോടെ പോകാൻ ചാൻസ് കിട്ടണമെന്നായിരുന്നു. എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും എനിക്ക് ഈ ഉടമ്പടി തൈലമൊക്കെ എക്സാം സെൻറ്ററിൽ OET എഴുതുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഉടമ്പടി എടുത്തവരായിരുന്നു എൻ്റെ എക്സാം സെൻറ്ററിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോട് ഞാൻ അങ്ങോട്ട് എന്ന് ചോദിച്ചു, എനിക്ക് ഇച്ചിരി ഉപ്പ് തരാമോ എന്ന് ചോദിച്ച് ഉടമ്പടി ഉപ്പും തൈലവും എല്ലാം അവർ എനിക്ക് തന്ന്. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ ഉടമ്പടി തൈലം ഉപ്പ് ഇടുകയും എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആണ് എക്സാമിന് പോയത്. അപ്പം അങ്ങനെ ഓഗസ്റ്റ് 20 മുന്നായി തന്നെ ഞാൻ എൻ്റെ OET, CBT എല്ലാം NMC പ്രോസസ്സിങ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ വരുന്ന ഞായറാഴ്ച January 11 ഞാൻ UK പോവാണ്. സ്കിൽഡ് വർക്കർ വിസ കിട്ടിയാണ് ഒരു ഫ്രഷറായ എന്നെ മാതാവ് UK വിടുന്നത്. എനിക്കത് എങ്ങനെയാണ് അത് എത്ര നന്ദി പറഞ്ഞാലും മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞാൽ തീരത്തില്ലാത്ത അത്ര വലിയ അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തന്നത്. ഒന്നും ചോദിക്കാതെ തന്നെ എന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെയാണ് മാതാവ് എന്നെ അത്രയും 2 പ്രാവശ്യം എഴുതിപ്പിച്ച് എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം. രണ്ടാമത്തെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് PCOD എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടായിരുന്നു. ഞാൻ 7 ഇയേഴ്സായിട്ട് ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ അന്ന് തൊട്ട് ഇന്ന് വരെ 7 മാസമായി എനിക്ക് പീരിയഡ്സ് റെഗുലറാണ്. എനിക്ക് ഒരു ഹോർമോൺ ടാബ്ലറ്റ്സും കഴിക്കേണ്ട വന്നിട്ടില്ല. ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചെല്ലുമ്പോഴും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. വയറിൽ പുരട്ടി പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി. അതിനുശേഷം എൻ്റെ ഇത് ഇറഗുലർ ആയിട്ടില്ല, ഇതുവരെ നോർമലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഇതല്ലാതെ ഒരുപാട് ഞാൻ ഉടമ്പടിക്ക് ശേഷം ഞാൻ ഓൾറെഡി ഒരു ഇച്ചിരി തടസ്സമുള്ള ആളാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് ആദ്യത്തേതിൽ ശരിയാവുന്ന ഒരാളല്ല, എല്ലാം ഒരു രണ്ടാമത്തേതിൽ അങ്ങനത്തെ ഒരാളാണ് ഞാൻ ശരിയാവുന്ന എല്ലാ കാര്യങ്ങളും. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നു എനിക്ക് ആ സ്പോട്ടിൽ തന്നെയാണ് എനിക്കത് സാധിച്ചു കിട്ടുന്നത്. അപ്പം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. എങ്ങനെ ഇത് കൊടുക്കും, എല്ലാവരും ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയ അന്ന് തൊട്ട് 3 ദിവസത്തിനുള്ളിൽ ഞാൻ ആ പത്രം മൊത്തവും കൊടുത്തു തീർത്തു. അത് ഞാൻ ഞങ്ങളുടെ സ്ഥലത്ത് ഇറങ്ങി നടന്ന് ഓരോരുത്തരുടെ എടുത്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവരാരും അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞില്ല, എല്ലാവരും തന്നെ വാങ്ങിച്ചു. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നവർ, എനിക്ക് അറിയാവുന്നവരൊക്കെ ഉള്ളിടത്തെല്ലാം എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയും. പിന്നെ കൃപാസനത്തിലെ ഡെയിലി ബ്രെഡ്, ധ്യാനങ്ങൾ എല്ലാം ഞാൻ ഒരു മുടക്കവും കൂടാതെ കൂടും. എനിക്ക് അതൊക്കെ ഒരു മടിയുള്ള ആളായിരുന്നു. ഈ ധ്യാനമൊക്കെ 2.5 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് കൂടുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ പറ്റും എന്നുള്ളൊരിതൊക്കെ ആയിരുന്നു. അതൊക്കെ എനിക്ക് ചൊവ്വാഴ്ച ആകുമ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ എന്തൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഞാനത് അപ്പം തന്നെ ഫോണിൽ കാണും. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാനിപ്പം എനിക്ക് സ്വന്തമായിട്ട് ജോലിയൊന്നുമില്ല. അപ്പം വീട്ടിലുള്ള പൈസയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ആരെങ്കിലും എൻ്റെ അടുത്തൊന്ന് പൈസ ചോദിച്ചാലൊന്നും ഞാൻ അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് ജോലിയൊക്കെ സ്വന്തമായിട്ട് ആയി കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാം, അങ്ങനെ ഒരാളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആരെൻ്റെ അടുത്ത് വന്ന് ഒരു കൈ നീട്ടിയാലും ഞാൻ ആരെയും എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ വിടത്തില്ല. എവിടുന്നെങ്കിലും ഞാൻ
വാങ്ങിച്ചാണെങ്കിലും എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും ഞാൻ എവിടുന്നെങ്കിലും ഒപ്പിച്ചും വാങ്ങിച്ചും എടുത്ത് ഞാൻ അവരെ സഹായിക്കും. അതിലൊന്നും എനിക്കിപ്പോൾ ഒരു മടിയില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് ഇപ്പം എൻ്റെ അടുത്ത് വരാതെ ഒരാൾ ദൂരെ നിൽക്കുകയാണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് ചെന്ന് അവരെ സഹായിക്കും. പിന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ സഹായിക്കുന്ന പൈസ കൊടുക്കുന്നുണ്ട്. ആത്മീയമായി എനിക്കുണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര വെപ്രാളക്കാരിയായിരുന്നു. എല്ലാം എനിക്ക് ആദ്യം വേണോ അങ്ങനെ ഒരു വെപ്രാളമുള്ള ഒരാളായിരുന്നു. പിന്നെ ദേഷ്യക്കാരിയായിരുന്നു. ഇതിലെല്ലാം ഒരു കൺട്രോൾ വന്നിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് ഉടമ്പടിക്ക് ശേഷം ഉണ്ടായി. അപ്പം തുടർന്നും ഞാനിപ്പം അടുത്ത ഞായറാഴ്ച പോവാണ്. അപ്പം ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിനെ ഇനി ഞാൻ കൈവിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതിനി ഉണ്ടാകുന്ന ഇതിലും വലിയൊരു നഷ്ടം ഉണ്ടാകത്തില്ല. ഇത് മാതാവ് എന്നെ തൊട്ട് അനുഗ്രഹിച്ചതാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ മാതാവിനെ ഉപേക്ഷിക്കില്ല. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, കൃപാസനം മാതാവിനെ മുറുകെ പിടിച്ചാൽ മാതാവ് ഒരിക്കലും കൈവിടത്തില്ല. അത് ഞാൻ ഉറപ്പായി പറയുന്നു. പിതാവേ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് വെച്ചാണ് ഞാൻ എപ്പോഴും ഇപ്പം പ്രാർത്ഥിക്കുന്നത്. എന്താണോ ഈശോയുടെയും മാതാവിൻ്റെ ഇഷ്ടം അത് നടക്കട്ടെ, ആ ഒരു ഇതിൽ പോവുകയാണ്. ഒരു പേടിയും ഒന്നുമില്ലാതെ എല്ലാം നിങ്ങൾ ഈശോയും മാതാവും തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിനും തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-ാം വചനമാണിത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഓരോ കാര്യങ്ങളിലും നമ്മളുടെ കൂടെ നിന്ന് നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഓർക്കേണ്ട ആവശ്യമില്ല. ഒരു പുതിയ കാര്യം ചെയ്യുന്ന, ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന, ഒരു പുതിയ വാഗ്ദാനം ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെയും നമ്മളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയുടെയും അരികിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കാവുന്ന ഒരു ദൈവസന്നിധിയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഐശ്വര്യ ജേക്കബ് എന്ന മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. ഒരു പുതിയ വഴിയും ഒരു പുതിയ ജീവിതവുമാണ് ഉടമ്പടി ജീവിതത്തിൽ ഈ മകൾക്ക് ലഭിച്ചത്. ഉടമ്പടിയിലേക്ക് വരുവാനായിട്ട് ഈ മകള് കുറച്ച് സമയം വേണ്ടി വന്നിരുന്നു. പല പ്രാവശ്യവും OET എക്സാം എഴുതി, ഓരോ പ്രാവശ്യവും ഓരോ മാർക്കിന് വേണ്ടി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് OET എക്സാം വളരെ ബുദ്ധിമുട്ടുമായി. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. തനിക്കുള്ള മെറിറ്റിൽ വിശ്വസിച്ച് ഓരോ പ്രാവശ്യവും മുന്നോട്ട് പോയി. പിന്നീട് മനസ്സിലായി എനിക്കതിനുള്ള മെറിറ്റില്ല. ഉടമ്പടിയിൽ വന്ന് മോളുടെ കാര്യം നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് പെട്ടെന്നാണ് എല്ലാ കാര്യവും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ആ മകളുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തത്. OET എക്സാമും വിസയും ടിക്കറ്റും എല്ലാം പെട്ടെന്ന് തന്നെ ഈ മകൾക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ടൈം ഷോർട്ടനിൻ്റെ അമ്മയാണ്. പല കാര്യങ്ങളിലും തടസ്സമായി കിടന്ന ഓരോ കാര്യങ്ങളും പെട്ടെന്ന് പുതിയ വഴികൾ തെളിച്ച് ഓരോ കാര്യത്തിലും ഇടപെട്ട് ഈശോയും അമ്മയും ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പുറത്തേക്കുള്ള ജോലി ഒരു സ്വപ്നമായിരുന്ന ഈ മകൾക്ക് ആ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കാൻ ഉടമ്പടി ജീവിതത്തിൽ ഈ മകൾക്ക് സാധിച്ചു. ഈശോയും അമ്മയിൽ കൂടി. പിന്നീടുണ്ടായിരുന്ന ഒരു രോഗസൗഖ്യമാണ്. ബ്ലീഡിങ് നോർമലായി. 7 വർഷത്തോളം ഉണ്ടായിരുന്ന ഹെവി ബ്ലീഡിങ് ആയിരുന്നു. അത് 7 മാസം കൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ വന്നപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതുകൊണ്ട് ഈ മകൾക്ക് ഈശോയും അമ്മയും ആ രോഗസൗഖ്യം കൊടുത്തത്. ഉടമ്പടി ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതിയ തുടക്കം, പുത്തൻ വഴികൾ ഒരുക്കുകയാണ്. നമ്മളിൽ പലപ്പോഴും മരുഭൂമിയാകുന്ന ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലും രോഗാവസ്ഥയിലും കൂടെ ആവാം നമ്മൾ യാത്ര ചെയ്യുന്നത്. അവിടെ ഒരു വഴി നൽകി, ഒരു പുതിയ ജീവൻ നൽകി നമുക്ക് മാർഗനിർദ്ദേശവും നൽകുവാനും ഒരു പുതിയ ജീവൻ നൽകുവാനുമാണ് ഉടമ്പടി മക്കൾ ഈ സന്നിധിയിൽ വരുന്നത്. നമ്മൾ അസാധ്യമെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ പോലും ദൈവത്തിന് വഴി തുറന്നു തരുവാൻ സാധിക്കും ഉടമ്പടി ജീവിതത്തിൽ കൂടി. നമ്മളിപ്പോൾ കഷ്ടത്തിലോ നിരാശയിലോ ആവാം. ദൈവം പറയുന്നു, നിൻ്റെ കഴിഞ്ഞ കാലം
അത് അവസാന വാക്കല്ല. നിനക്കൊരു പുതിയ ജീവിതം, പുതിയ വഴി ഞാൻ തെളിച്ചു തരും. നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കാം. ആത്മീയമായിട്ട് വളരാം. നമ്മുടെ ജീവിതത്തിലും പുത്തൻ വഴികളും പുത്തൻ ജീവിതം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനം എത്ര വൈകിപ്പോയാലും, മരുഭൂമി എത്ര നീണ്ടതായാലും ദൈവത്തിൻ്റെ കാര്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം ഈശോയുടെ കരങ്ങൾ പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം ഭക്തിയോടെ നയിക്കാം. ഐശ്വര്യ ജേക്കബിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. തന്നെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട കൃപാസന പ്രസാദ മാതാവിൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് ഉയർത്തതിന് ആദ്യം തന്നെ അമ്മയോടും തിരുകുമാരനോടും കോടാനുകോടി നന്ദി പറയുകയാണ് ഈ നിമിഷം. എൻ്റെ പേര് ജെയ്സൺ എന്നാണ്. എൻ്റെ വീട് പെരുമ്പാവൂർ ശൈലാമറ്റം. എൻ്റെ ഇടവക സെൻറ്റ് ജോർജ് ചർച്ച് പെരുമ്പാവൂർ. എൻ്റെ രൂപത വിജയപുരം കോട്ടയം. എനിക്ക് രോഗസൗഖ്യങ്ങളും അതുപോലെ തന്നെ ആത്മീയമായ വളർച്ചയും ഉടമ്പടിയോടുകൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ എനിക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. എനിക്ക് അത് 10 വർഷത്തിനടുത്തായിട്ട് ഉണ്ടായിരുന്നു. ലൈറ്റ് അടിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഒച്ചത്തിൽ ശബ്ദം, അല്ലെങ്കിൽ ശബ്ദം ചെറിയ രീതിയിലാണെങ്കിലും കേൾക്കുമ്പോഴും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ വേദന സഹിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ചില സമയങ്ങളൊക്കെ ഭിത്തിമയൊക്കെ തലയൊക്കെ അടിക്കുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട്. ആ ഒരു പെയിൻ റിലീവ് ആവാൻ വേണ്ടിയിട്ട് ഉടമ്പടി വസ്തുവായിട്ടുള്ള നമ്മുടെ വിശുദ്ധ തൈലം അമ്മയാണ് എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വിശുദ്ധിയോടുകൂടി എനിക്ക് ആ കുരിശ് തലയിൽ നെറ്റിയിൽ കുരിശ് വരച്ച് തന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിശുദ്ധ തേരും എനിക്ക് തന്നു. അത് സ്വീകരിച്ച ആ നിമിഷം തന്നെ എനിക്ക് ആ അസുഖം എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ മാതാവ് വഴി ഈശോ തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. പിന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയണത്, ഞാൻ ശരിക്കും +2 വരെ അത്യാവശ്യം പള്ളിയിൽ സൺഡേ ക്ലാസ്സിലൊക്കെ മുടങ്ങാണ്ട് പോവുകയും സൺഡേ സ്കൂളിൻ്റെ ലീഡറൊക്കെ ആയിട്ടും പിന്നെ യൂത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങൾ, സുഹൃത്തുക്കൾക്കും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയ്ക്കാണെങ്കിലും ജപമാലയ്ക്കാണെങ്കിലും കൊടുക്കേണ്ടതായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും അലസമായ രീതിയിലായിരുന്നു. എന്നാൽ വിശ്വാസം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിശ്വാസം എനിക്കില്ല. യഥാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതുപോലെയാണ്. അത് എനിക്ക് കാപട്യം എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നോട് അമ്മയൊക്കെ ആണെങ്കിലും സന്ധ്യാപ്രാർത്ഥന ഞാൻ എൻ്റെ ഓർമ്മ വെച്ച സമയത്ത് തുടങ്ങി അമ്മ ജപമാല അങ്ങനെ മുടങ്ങാറില്ല വീട്ടിൽ. പക്ഷെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അത്ര പ്രാധാന്യം ഞാൻ കൊടുക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ജപമാലയ്ക്കെല്ലാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങി, ഞാൻ വിശുദ്ധ കുർബാന പങ്കെടുക്കാനായിട്ടുള്ള ആഗ്രഹം എന്നിൽ വന്നു. പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ ദിവസങ്ങളിൽ പോകുന്ന സമയങ്ങളിലാണെങ്കിലും എല്ലാ ദിവസവും അടുപ്പിച്ച് എനിക്ക് കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു കുറവ്, എന്തോ എന്നെ പിടിച്ച് വലിക്കുന്ന എന്തോ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് 2 ദിവസം പോയി കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം പിന്നെ എനിക്ക് പോകാൻ പറ്റണില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുന്നതൊക്കെ ആണെങ്കിലും ലേറ്റായിട്ടൊക്കെ തന്നെയായിരുന്നു. ഒത്തിരി ലേറ്റൊക്കെ ആയിട്ടായിരിക്കും. ചില വർക്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ കൂടുതലും സിനിമകൾ, റീൽസ്, ഇപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ അറിയാം, സോഷ്യൽ മീഡിയകൾ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് അങ്ങനെയുള്ളതിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നുള്ള ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ ഈ 3 ദിവസം കുർബാനയ്ക്ക് പോയി സ്വീകരിച്ചു. 4-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും പിന്നെ പോകാൻ പറ്റണില്ല, എന്തോ ഒന്ന് പിടിച്ച് വലിക്കുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ്, വീട്ടിലിരിക്കുന്ന പുസ്തകങ്ങൾ, ആവശ്യത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ആവശ്യത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്ത് ഒഴിവാക്കാം എന്നുള്ളത് മനസ്സിലിങ്ങനെ തോന്നുവാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാം വീട് മൊത്തം ഉള്ളതെല്ലാം കളക്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഉടമ്പടി പത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ വഴി തിരിയുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് കൃപാസനത്തിലൊന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നി. അപ്പോൾ അമ്മേനോട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഞാനും അമ്മേനോട് കൂടി ഇവിടെ വന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു, ആ കസേരയിൽ ഞാൻ ഇരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക്
ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങി. അപ്പോൾ അത് വന്നതിന് ശേഷം വീട്ടിൽ ഒരു നമ്മുടെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കാനൊക്കെ എന്നോട് തോന്നുവാണ്. അപ്പോൾ ഞാനത് തുണിയിൽ വെള്ളം മുക്കിയിട്ട് തുടയ്ക്കുകയൊക്കെ ചെയ്തു. തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പ്രകാശമൊക്കെ അതിൽ വരുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ അതിന് ശേഷം ഉടമ്പടിക്ക് വേണ്ടിയിട്ട് എനിക്ക് യോഗ്യത ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു 2 മാസത്തിനടുത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ ആ സാക്ഷ്യങ്ങളാണെങ്കിലും അച്ഛൻ്റെ ടോക്കുകളൊക്കെ ആണെങ്കിലും യൂട്യൂബിൽ വരുന്നതിനല്ല, അപ്പം ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ കൃപാസനത്തിൽ വരുന്നത് കാര്യങ്ങളെല്ലാം കേൾക്കാനും നമ്മുടെ അമ്മ മാതാവ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടും എനിക്ക് യോഗ്യത ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം എനിക്ക് ഒരാഴ്ച എനിക്കൊരു സ്പിരിച്വലി അത്യാവശ്യം നല്ല രീതിയിൽ കുർബാന കാണാനും നല്ല ആത്മീയമായിട്ടുള്ള ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് കുർബാന കാണാൻ പോകാനും അതനുസരിച്ചിട്ട് പ്രാർത്ഥനകൾ പങ്കെടുക്കാനുമായിട്ട് സാധിച്ചു. എൻ്റെ ബർത്ത്ഡേയുടെ ആ മാസം, അതായത് ആഗസ്റ്റ് 1-ാം തീയതി, എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെ അന്നാണ്. അപ്പോൾ എനിക്ക് ആഗസ്റ്റ് 1-ാം തീയതി തന്നെ ഇവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ തലേന്ന് തന്നെ എനിക്ക് അതിന് വേണ്ടിയിട്ട് അമ്മ ക്രമീകരിക്കുമായിരുന്നു. അതായത് പരിശുദ്ധ അമ്മ വരുന്ന കാര്യങ്ങളെല്ലാം, അതായത് ഏത് ഡ്രസ്സ് ഇടണമെന്ന് പോലും എന്നെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് 10-11 മണി അല്ലെങ്കിൽ നമ്മൾ ലേറ്റായിട്ടാണ് എണീക്കുന്നത് ഒക്കെ പോലും. അപ്പോൾ ആ സമയത്ത് അമ്മ 3 മണിയായപ്പോഴേക്ക് എന്നെ വിളിച്ചെണീപ്പിച്ചു. 3 മണിക്ക് എന്നെ വിളിച്ചെണീപ്പിച്ച് ട്രെയിൻ കയറി. ഞാനിവിടെ വരാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറി. ചേർത്തല എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് എന്നോടിങ്ങനെ പറയുകയാണ്, എനിക്കത് കേൾക്കാം, അതായത് നീ കൃപാസനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നീ എവിടെ ഇറങ്ങിയാലായിരിക്കും നിനക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് നീ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് നോക്കിയ സമയത്ത് നമ്മുടെ മാരാലിക്കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേർത്തല കഴിഞ്ഞുള്ള നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടുന്ന് 6 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റോപ്പാണ്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ഇവിടെ വന്നു. കറക്റ്റ് 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് നമ്മുടെ ഇവിടെ ഉടമ്പടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ കൃത്യമായിട്ട് എന്നെ കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അതിനുശേഷം ക്ലാസ്സിൽ കയറി ക്ലാസ്സിലെ ഓരോ കാര്യങ്ങൾ അച്ഛൻ പറയുന്ന ടോക്കുകളൊക്കെ കേട്ടപ്പോൾ ഫുൾ ഇമോഷണലി ഡൗൺ ആയിപ്പോയി. കാരണം നമ്മൾ കണ്ട കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിക്കേണ്ട രീതികൾ എങ്ങനെയായിരുന്നു എന്നും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും വ്യക്തമായിട്ടുള്ള ക്ലിയർ പിക്ചറാണ് ഉടമ്പടി ക്ലാസ്സിൽ കിട്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ സമയത്ത് നമുക്ക് അറിയാം, നമ്മൾ അമ്മേനെയും തിരിയൊക്കെ നമുക്ക് പിടിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ളി ഇതായി. അപ്പോൾ എനിക്ക് കിട്ടിയത് അമ്മേനെ തന്നെയായിരുന്നു പിടിക്കാനായിട്ട്. അങ്ങനെ അമ്മേനെയും വഹിച്ചുകൊണ്ട് എനിക്ക് വരാനുള്ളൊരു അവസരം അമ്മ തന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് നിയോഗങ്ങൾ ഞാൻ എഴുതി കൊടുത്തതിലും ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോഴാണെങ്കിലും ഇനി അങ്ങോട്ടേക്കാണെങ്കിലും ഞാൻ എഴുതിയതെന്ന് പറയുന്നത് ആത്മീയമായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യമാണ്. വിശുദ്ധിയോടുകൂടി ജീവിച്ച് മരിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അത് ചിലപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിൽ ഉടമ്പടി എടുത്തതിന് ശേഷം വന്നതിന് ശേഷം അമ്മ തന്നെ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റിയതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം ഡെയിലി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കാത്ത ഒരാൾ അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും. എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എൻ്റെ കൂടെ ഞാൻ വർക്കിന് പോകുന്ന സമയത്ത് ഇപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ കുർബാനകളൊന്നും മുടക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല. കാരണം ഞാൻ എങ്ങനെയാണ് ബ്രീത്തിങ് എടുക്കുന്നത്, ഞാൻ ഒരു ശ്വാസം വലിക്കുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അപ്പോൾ അത് മുടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ശ്വാസം നിലച്ച് പോണ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന ചേഞ്ചസൊക്കെ കണ്ടപ്പോൾ ആദ്യമൊക്കെ അമ്മയ്ക്കാണെങ്കിലും അത് ഇവനെന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആദ്യം. ഇവനെന്തോ കുഴപ്പമൊക്കെ ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അതിനുശേഷം അമ്മ റിയലൈസ് ചെയ്തു ഇവൻ കൃത്യമായിട്ടുള്ള കരങ്ങളിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്, അതിൻ്റെ ആണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീട്ടുകാർക്കും സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയ വിശുദ്ധമായിട്ടുള്ള ഉപ്പ് ഉപയോഗിച്ചിട്ട് അത് എനിക്ക് ഈ വെള്ളം ഉപയോഗിക്കുന്ന സമയങ്ങളിൽ, അതായത് കുളിക്കാനൊക്കെ ആണെങ്കിലും വെള്ളം ഉപയോഗിക്കുമ്പോൾ അതൊരു അലർജി പോലെ ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശുദ്ധ കുർബാന കണ്ടിട്ട് ആ വിശുദ്ധിയോടുകൂടി വന്നിട്ടാണ് ആ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ നമ്മൾ അത്രത്തോളം നമുക്ക് റിസൾട്ടുകൾ നല്ല രീതിയിൽ വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് കൂടുതലായിട്ട് ആത്മീയമായിട്ടും നമുക്ക് കൂടുതൽ
അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വിശുദ്ധ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിന് ഫലമായിട്ട് എനിക്ക് ആ ഒരു പ്രശ്നം മാറിയതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ ചൂടുവെള്ളമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുളിക്കുന്ന സമയങ്ങളിലെല്ലാം. അപ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഉപയോഗിച്ച സ്കിന്നിന് എത്രത്തോളം പ്രശ്നമുണ്ടെന്നുള്ളത് അറിയാലോ. അപ്പോൾ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായിട്ട് എനിക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യം കൂടി അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. 10 വർഷത്തോളമായിരുന്നു മൈഗ്രെയിൻ്റെയും അതുപോലെ ഈ അലർജിക്കായിട്ടുള്ളൊരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിരുന്നത്. അതാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹം. പിന്നെ വീട് പണി 13 വർഷമായിട്ട്, അതായത് വീടിന് മുകളിലേക്ക് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലായിരുന്നു. അപ്പോൾ എത്രത്തോളം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാലും നമുക്കുള്ള എല്ലാ സാഹചര്യം ഉണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് വീട്ടിൽ വന്ന് വിശുദ്ധ ഉപ്പ് എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വീടിൻ്റെ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്ന് ഇട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയണത്, എൻ്റെ ഭവനമല്ല ഇത് അമ്മ മാതാവും ഈശോയും ത്രിയേകദൈവവും വസിക്കുന്ന ഒരു ആലയമായിട്ട് വേണം ഇത് മാറ്റാനായിട്ട്. അവിടെ ദാസനായിട്ട് നിൽക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും പറഞ്ഞിട്ടാണ് ഞാനത് അവിടെ ഇട്ടത്. ഇന്ന് ഞാൻ ആഗ്രഹിക്കണം അത് തന്നെയാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം വീടിൻ്റെ പണി വിചാരിക്കുന്നതിനേക്കാൾ ഇതായിട്ടായിരുന്നു ഫ്രണ്ടിലേക്ക് വന്നത്. നമ്മൾ സമയചുരുക്കത്തിൻ്റെ ആ ഒരു ഇടപെടൽ ശരിക്കും ഞാൻ അവിടെ കാണുക തന്നെയാണ് ഉണ്ടായിരുന്നത്. അമ്മ മാതാവ് വഴി ഈശോ ചെയ്ത വലിയൊരു അനുഗ്രഹമായിരുന്നു. അതോടൊപ്പം തന്നെ വീടിൻ്റെ മതിലിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീടിൻ്റെ മതിലിൻ്റെ പണി ഇതുപോലെ തന്നെ അമ്മ അത് ചെയ്യാനായിട്ട് അമ്മ തന്നെ ചെയ്തതായിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വീടിൻ്റെ അടുത്തുള്ളവർ നമ്മൾ ഇറക്കിയാണ് പണിത് എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലൊക്കെയുള്ള ഒരു ക്ലാഷ്. അപ്പോൾ ആ സമയത്തൊന്നും ഞാനില്ല. അപ്പോൾ അമ്മയും അപ്പച്ചനുമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വല്ലാത്ത രീതിയിൽ സങ്കടം ഉണ്ടായി. കാരണം അതായത് ഹൈറ്റ് ഇല്ലാത്ത രീതിയിലായിരുന്നു ആദ്യം കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് കല്ല് വേറെ വെച്ച് നമ്മൾ പൊക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുർബാനെല്ലാം കഴിഞ്ഞ് ആരാധനയുടെ സമയത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ഒരു ശബ്ദം ഞാൻ കേൾക്കാണ്, എടാ നീ വീട്ടിലേക്ക് പോകുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കാണ്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയമായ കാര്യങ്ങളിലേക്ക് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇതുണ്ട്, നമ്മൾ ആത്മീയതയ്ക്ക് എഗനസ്റ്റായിട്ട് നിൽക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ. അപ്പോൾ ഞാൻ ഈശോനോടും അമ്മേനോടും പറഞ്ഞു, അമ്മ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എനിക്ക് അമ്മയും ഈശോയും തന്നെയാണ് പറയണമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് സങ്കടപ്പെട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് ജപമാല ചൊല്ലിയാർന്നു ആദ്യം ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഇല്ല ജപമാല ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് ജപമാല ചൊല്ലാം, അതിനുശേഷം മാത്രം ബാക്കി കാര്യം സംസാരിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അതായത് ജപമാല പോലും ഉപേക്ഷിച്ച് വീടിൻ്റെ അകത്തിരുന്ന എനിക്ക് ഇപ്പോൾ പ്രാർത്ഥനകളില്ലാണ്ട്, അതായത് ദൈവമില്ലാണ്ട് അമ്മ മാതാവും ഈശോയും ഒന്നും ഇല്ലാണ്ട് എനിക്കിപ്പോൾ പറ്റാത്ത ഒരു രീതിയിലേക്ക് എന്നെ ഉയർത്താണ് ചെയ്തേക്കണം ഉടമ്പടി വഴി. അപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ജപമാല ചൊല്ലാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അമ്മ സങ്കടമായി. അതായത് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച സമയം എന്ന് പറയുമ്പോൾ അമ്മ വയ്യാണ്ടിരിക്കുന്ന സമയങ്ങളിലല്ലാണ്ട് അമ്മ ജപമാല താഴ്ത്തി വെച്ചിട്ടില്ല. ആ അമ്മ ജപമാല എടുക്കാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും സങ്കടം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചൊല്ലാം. എന്നിട്ട് ഞാൻ തന്നെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ കാണുന്നത് അമ്മ മാതാവ് ആ മതിലിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രങ്ങൾ വാങ്ങിയിട്ട് പള്ളികളിലും കൊടുക്കാറുണ്ട്. ആദ്യത്തെ പ്രാവശ്യം പള്ളി കൊടുത്ത സമയത്ത് ഞാൻ പത്രം കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തായാലും കൊടുക്കും. നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉടമ്പടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അത് ജീവിതത്തിൽ പ്രവർത്തികമാക്കിക്കൊണ്ട് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ വന്നിരുന്നത്. പിന്നെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്നിൽ നിന്ന് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അതിവിടെ വന്നപ്പോൾ എനിക്ക് സാധിച്ച് കിട്ടി. അപ്പോൾ പത്രം ഞാൻ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഒരു യുവതിയായിട്ടുള്ള ഒരു കുട്ടിയുടെ വന്നിടത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ എല്ലാവരും ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടെന്ന് ചോദിച്ചു. ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ ചേട്ടൻ എന്താണ് എൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയണത് വിശുദ്ധിയോടുകൂടി ആത്മീയമായിട്ട് നല്ല രീതിയിൽ വളർന്നു പോകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്നതാണ്, ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ കുട്ടിയും ജീസസ് യൂത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ആത്മീയമായിട്ടുള്ള രീതിയിൽ അവർക്കും മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പത്രങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി ബ്രെഡ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസായിട്ടും ഗ്രൂപ്പുകളിലേക്കൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് നമ്മുടെ ഇവിടെ ട്രസ്റ്റിൻ്റെ ഇതിൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ചെറിയ രീതിയിൽ, പിന്നെ യാചകർക്കായിട്ടും പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദിക്കുന്നവർക്കും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുത്ത സമയത്തുണ്ടായ 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ കൊടുത്ത സമയത്ത് അത് കുറച്ച് റിജക്ഷൻസ് വരും. അപ്പോൾ റിജക്ഷൻസ് വരുമ്പോൾ സന്തോഷത്തോടു കൂടി കുഴപ്പമില്ല, അവർക്ക് അർഹതയുള്ളവരുടെ കയ്യിലേക്ക് ഇത് എത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടിയായിരുന്നു. അതായത് നമ്മൾ കൊടുക്കുമ്പോൾ അത് വേണ്ടാന്ന് പറയുന്നവരെ അവർക്ക് ഇവിടെ എത്തേണ്ടതായിട്ടുള്ള സമയമായിട്ടില്ല, അല്ലെങ്കിൽ അത് അവർക്കുള്ളതല്ല. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. എപ്പോഴും ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പത്രം കൊടുക്കാനായിട്ട് ഞാൻ പോവുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എനിക്ക് ഉണ്ടായേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ട് പത്രം കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ഒരു ചേച്ചി എന്നെ കവർ ചെയ്ത് പോയി. ആദ്യം ചേച്ചി വേണ്ടാന്ന് പറഞ്ഞാൽ പോയേ. അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ ആ ചേച്ചിക്ക് അല്ല എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചേച്ചി തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, മോൻ എനിക്ക് ആ പത്രം തരാമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ആ സമയങ്ങളിലെല്ലാം ഒരു നല്ല സാന്നിധ്യങ്ങൾ എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു അമ്മച്ചി ഇതേപോലെ തന്നെ ലോട്ടറി കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ അമ്മച്ചി എന്നോട് വന്നിട്ട് പിന്നെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മച്ചിക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്നുള്ള മനോഭാവത്തോട് ഞാൻ അങ്ങോട്ട് ചെന്നേ. അപ്പോൾ ആ അമ്മച്ചി പറയണത് എനിക്ക് നിൻ്റെ കയ്യിൽ പത്രം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ കാണിച്ചു. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്നത് ഈശോനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് സാധിക്കണമേ, ആയിരിക്കണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പത്രങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉടമ്പടിയോട് കൂടി അമ്മ മാതാവ് വഴി ഈശോ ചെയ്യാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കിപ്പോൾ വിശുദ്ധ കുർബാന ഇല്ലാണ്ട് പറ്റൂല. ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കൂല. ഞാൻ ട്രാവലിങ് ചെയ്യാറുണ്ട് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട്. ഇപ്പോൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പോകാറുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എവിടെയൊക്കെ പള്ളി ഉണ്ടെന്നോ അല്ലെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും കുർബാന സമയം ഒന്നും അറിയില്ല. പക്ഷേ അമ്മ മാതാവ് വഴി ഈശോ അവിടെയും എനിക്ക് എല്ലാം സജ്ജീകരിച്ച് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വലിയൊരു വിരുന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. അതായത് ആരാധനയോടുകൂടി ജപമാലയോടുകൂടി കുർബാന സ്വീകരിക്കാൻ സാധിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പം അങ്ങനെ ക്രമീകരിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുമ്പസാരം എന്ന് പറയുന്നത് 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കും. ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തോന്നി, മനസ്സിലൊരു വിഷമം തോന്നി, ചിലപ്പോൾ അമ്മയുടെ ഒരു രൂപം എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ നോക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് ചെറിയൊരു സങ്കടം കാണുകയാണെങ്കിൽ ഞാൻ ഇരുന്നിട്ട് ഞാനൊരു ബുക്കും പേനെടുത്തിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, ഞാൻ എന്ത് കാര്യമാണ് അമ്മ ചെയ്ത് തെറ്റെന്നുള്ള ചോദിച്ചിട്ട് അവിടെ ഇരുന്ന് എഴുതിയിട്ട് അതിൽ എപ്പോഴാണോ അമ്മ ഹാപ്പി ആയിട്ട് അമ്മയുടെ ഫേസ് തെളിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പോയി മാക്സിമം അന്ന് തന്നെ പോയി കുമ്പസാരിക്കാൻ വേണ്ടി ഞാൻ നോക്കും. കാരണം നമ്മൾ എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, സഹനങ്ങളും കാണലെല്ലാം വരും. പക്ഷെ എന്നിരുന്നാലും ആ സഹനത്തിലും അമ്മ മാതാവും ഈശോയും കൂടി കൈ ചേർത്ത് പിടിക്കും. അതാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഇതേപോലെ തന്നെ സഹോദരനും ഒരു രോഗത്തിൻ്റേതായിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട്. അത് സഹോദരൻ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇറങ്ങി വന്ന് ദൈവം ഇടപെട്ട ഒരു കാര്യമാണ്. അത് സഹോദരനായിട്ട് ഞാൻ വന്ന് ആ സാക്ഷ്യം കൂടി ഞാനിവിടെ കുടുംബസമേതം വന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാത്തിനും നന്ദി. ഇനിയും ഉടമ്പടി തന്നെ ജീവിക്കാനും ഉടമ്പടിയോട് കൂടി ആയിരുന്നുകൊണ്ട് മുന്നോട്ട് പോകാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവൂദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഐസയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 55-ാം അധ്യായം 3-ാം വചനമാണിത്. ദൈവത്തിൻ്റെ ഒരു ക്ഷണവും വാഗ്ദാനവുമാണിത്. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളുമായി ഒരു ശാശ്വതമായ ബന്ധം, ഒരു നല്ലൊരു ബന്ധം, അകന്നവരെ തൻ്റെ അടുക്കൽ വിളിക്കുന്ന കരുണയുടെ ഒരു ക്ഷണമാണ്. ദൈവവചനത്തിലൂടെ ആത്മീയ ജീവിതവും
പുതുജീവനുമാണ് നമുക്ക് ലഭിക്കുന്നത്. ജെയ്സൺ ജോസഫ് എന്ന മകൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വാക്ക് കേട്ട് ഒരു പുതിയൊരു ജീവിതം നയിക്കുന്ന ഒരു നല്ലൊരു മകൻ്റെ ഒരു സാക്ഷ്യമാണ്, ഒരു നല്ലൊരു ഉടമ്പടി സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ മകൻ നമ്മളോട് പങ്കുവച്ചത്. ആദ്യമായി ഈ മകൻ ഉടമ്പടി എടുക്കണമെന്ന് ഈശോയും അമ്മയും കാണിച്ചു കൊടുത്ത ഒരു ക്രമീകരിച്ചു കൊടുത്ത ഒരു സാഹചര്യമാണ്. വീട്ടിലുള്ള വീട്ടിലെ എല്ലാ സാധനങ്ങളും ക്ലീൻ ആക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു പഴയ ഉടമ്പടിയുടെ പേപ്പർ ഇരിക്കുന്ന കണ്ടത്. ആ പേപ്പറിൽ കൂടെയാണ് ഈശോയും അമ്മയും ഈ മകന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നെത്തുവാനും ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. പിന്നീടാണ് ഈ മകൻ പറഞ്ഞ ഷെയറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു വിശുദ്ധിയോടുകൂടിയുള്ള ഒരു ജീവിതം, ആത്മീയമായി വളരാനും നല്ലതുപോലെ മുന്നോട്ട് ഈശോയുടെ അമ്മയുടെ കരം പിടിച്ച് ജീവിക്കുവാനുമുള്ള ഒരാഗ്രഹമാണ് ഈ മകൻ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടതും. അമ്മ ഉടമ്പടി എടുത്തപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു. 10 വർഷം നീണ്ടു നിന്ന ഒരു മൈഗ്രെയിൻ്റെ ഒരു തലവേദനയുടെ ഒരു സൗഖ്യമാണ് ഈ മകന് ലഭിച്ചത്. പിന്നീട് മകനുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ഒരു അലർജി ഉണ്ടായിരുന്നു. അത് എപ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മകന് ഈ 2 രോഗസൗഖ്യങ്ങൾ ലഭിച്ചത്. പിന്നീടാണ് ഈ മകൻ്റെ ഒരു പൂർണ്ണമായ ഒരു വലിയൊരു വളർച്ച ആത്മീയ ജീവിതത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടി വന്നതിന് ശേഷമാണ് വിശുദ്ധ കുർബാന ഒരിക്കലും മുടങ്ങാതെ കൊണ്ടുപോകുവാനായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും കൃത്യമായി ഈ കുമ്പസാരിക്കാനും ആത്മീയ ജീവിതത്തിലൊരു വലിയൊരു വളർച്ചയാണ് നമ്മൾ കാണുന്നത്. ഇമാം പറഞ്ഞത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ത്രിയേക ദൈവത്തിൻ്റെ ആലയമായ ഈ ആലയം അമ്മ പണിത് തരണേ എന്ന്. ഈ ഭവനം അമ്മയുടെയും ഈശോയുടെയും ദൈവത്തിൻ്റെയുമാണെന്ന്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഈ ആലയമാണ്, അമ്മ അത് പണിത് തരണം. ഈശോയും അമ്മയും എല്ലാം ഈ മകൻ്റെ പ്രാർത്ഥന കേട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ മകൻ പറഞ്ഞതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഓരോരുത്തർക്കും ഓരോ പത്രങ്ങൾ വിതരണം ചെയ്തത്. അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഈ മകൻ്റെ ശ്രമം. പലരും പല കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. എങ്കിലും വിശ്വാസം നഷ്ടപ്പെടാതെ സ്വന്തം ആത്മീയ ജീവിതത്തിൽ ഉറപ്പിച്ച് ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ മകൻ ഉടമ്പടി ജീവിതം നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും വിശ്വസിക്കാം, ഉടമ്പടി ഒരു താൽക്കാലികമല്ല, സ്ഥിരമായ ഒരു ദൈവബന്ധമാണ്, ശാശ്വതമായ ഒരു ബന്ധമാണ്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്. എല്ലാവർക്കും തുറന്നു കൊടുക്കുന്ന ക്ഷമയുടെ ഒരു കൃപയാണ്, ഒരു ക്ഷണമാണ് ഈശോയും അമ്മയും ഈ ആലയത്തിൽ നിന്ന് നമുക്ക് തരുന്നത്. വില കൊടുക്കാതെ ലഭിക്കുന്ന ആത്മീയ സമൃദ്ധിയിലേക്കുള്ള ഒരു ക്ഷണം, ഒരു ഉൾവിളി ആണ് നമുക്ക് ലഭിച്ചത്. ദൈവവചനം കേട്ട് നമുക്കും ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് ഒരു പുതുജീവൻ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ ഒരിക്കലും പരാജയപ്പെട്ടിരുന്നില്ല. ഓരോ കാര്യത്തിലും ശ്രദ്ധാലുവായ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കും ഈശോയിലും അമ്മയിലും നമ്മൾ വിശ്വാസം അർപ്പിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ജെയ്സനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 20, 2025 ഞങ്ങൾ പുത്തൻകുരിശ് വേളൂർ ഇടവക അംഗങ്ങളാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ മിഡോടുകൂടെ എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പനി അതിതീവ്രമായിട്ടുള്ള പനിയും തലവേദനയും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രൈം അനാലിസിസിൽ ക്ലിനിക്കിൽ പോയി പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഡെങ്കു ആയിരിക്കും, നമുക്കൊന്നുകൂടി റീടെസ്റ്റ് ചെയ്യാം. പക്ഷേ ഡെങ്കു എല്ലാം നെഗറ്റീവായിരുന്നു, പനിയാണെങ്കിൽ കുറയുന്നും ഉണ്ടായിരുന്നില്ല. സോ അവൻ നാട്ടിലേക്ക് എത്തി. ഞങ്ങൾ രാജഗിരിയിൽ പോയി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ പനി എന്ന് പറയുന്നത് 104 തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ 100 പിന്നെ അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് 104 അങ്ങനെ ഞങ്ങളവിടെ ഒരാഴ്ചത്തോളം അഡ്മിറ്റ് ആയിട്ടുണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ ഫീവർ എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ട് തന്നെ ഡെങ്കു, ടൈഫോയിഡ് അങ്ങനെ എല്ലാവിധ ടെസ്റ്റുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു.
എല്ലാം നെഗറ്റീവാണ്. ഡെയിലി ബ്ലഡ് എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, എല്ലാം നെഗറ്റീവ്. ഞങ്ങൾക്ക് എന്താണ് റീസൺ എന്ന് ഇതുവരെ അറിയുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവർ ഒന്നും ഇല്ലാഞ്ഞിട്ട് അവർ ലാസ്റ്റ് പെറ്റ് സ്കാൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഒന്നും ഒരു പനിയായിട്ട് വന്ന ഒരാൾ പെറ്റ് സ്കാനിലേക്ക് പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിട്ട് അപ്പോൾ എനിക്ക് ഈ കൃപാസനത്തിനെ പറ്റി എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും പ്രകാരം എനിക്ക് അറിയുന്നതുമായി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ മനസ്സിൽ, ഇവന് പെറ്റ് സ്കാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് വന്നു. പെറ്റ് സ്കാനിൽ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും നമ്മുടെ പോയിന്റ് നമ്മുടെ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് പെറ്റ് സ്കാനിന് ഒന്നും കിട്ടിയില്ലെങ്കിൽ ബോൺ മാരോ എന്ന് പറയുന്ന ഇത് സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അവരപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ബോൺ മാരോ ചെയ്യണ്ട, നമ്മൾ ഓൾറെഡി ഫൈനൽ ചെയ്തു, ഇതൊരു HLH എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒട്ടും അവെയർ അല്ല. ഇവർ പറഞ്ഞത് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ചെറിയ ഗ്രാജുവലി കൊടുക്കുന്നതിനൊന്നും പ്രശ്നമല്ല. പക്ഷേ എല്ലാവരും എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ ആ ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാറുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കത് ഉറപ്പില്ല, അതിൽ മാറുന്നൊന്നും ഉറപ്പില്ല, ചിലപ്പോൾ നമുക്കതൊരു ഇൻഫെക്ഷൻ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. കാരണം നമുക്ക് സ്റ്റിറോയിഡ് കൊടുത്തിട്ടും മാറില്ലെങ്കിൽ നമുക്കതൊരു ഉറപ്പായിട്ടും നമുക്കൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓക്കെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് ഇവർ ഇത് കൺഫേം ചെയ്തിരിക്കുന്നത് ആകപ്പാടെ നമ്മുടെ ഒരു ഫെറിറ്റിൻ എന്ന് പറഞ്ഞ ലെവലുണ്ട്. അത് അവൻ്റെ ഗ്രാജുവലി 250 ലെവൽ വരേണ്ടത് അത് 3000 എബോ ആണ് ഇവന് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് HLH എന്ന് പറയുന്ന ഒരു അസുഖമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് വെല്ലൂരിക്ക് നമ്മൾ പോകാൻ റെഡിയായി. നമുക്ക് അന്നേ ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ. പക്ഷെ എനിക്കിവിടെ വന്നേ പറ്റൂ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അന്നേ ദിവസം ഞാൻ എൻ്റെ ആൻറ്റീൻ്റെ കൂടെ ഞങ്ങൾ ഒരു 3 മണി 4 മണിക്ക് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഇവിടെ ഒരു 5 മണി ആ റേഞ്ചിൽ വൈകുന്നേരത്തിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇതെല്ലാം മാറുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഞാൻ അതെല്ലാം വിചാരിച്ചു. പക്ഷെ ഞാൻ ഇവിടെ വെച്ച് തന്നെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അതുവരെ ഞാൻ ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു, എന്താ ചെയ്യണ്ടേ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അന്നേ ദിവസം മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഒരു ഡേറ്റ് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്, ഡിസംബർ 7 അവൻ്റെ അസുഖം മാറുമെന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ പറയാൻ തുടങ്ങി. എല്ലാവരും എന്നോട് ചോദിച്ചു നിനക്ക് എവിടെ നിന്ന് ഈ കോൺഫിഡൻസ് വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഓൺ ദ വേയിൽ അതായത് ഇവിടെ നിന്ന് വെല്ലൂർ വരെ 10 hours ട്രാവൽ ചെയ്തും കാറിലാണ് ഇവനെ കൊണ്ട് പോകുന്നത്. ഇവൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടായിരുന്നു തോന്നിയത്. പക്ഷെ ഞാൻ ഓൺ ദ വേയിൽ ആലുവയിൽ നിന്ന് കയറി. എന്നിട്ട് ഞങ്ങൾ വെല്ലൂർ വരെ ട്രാവൽ ചെയ്തു. പക്ഷേ ആ വെല്ലൂർ പോയത് മീൻസ് ആ ഒരു ടൈം മുതൽ അവൻ്റെ ഫീവറിൻ്റെ എപ്പിസോഡ്സ് കുറയാൻ തുടങ്ങി. ഇനി അല്ല ഇപ്പോൾ ഇവള് പറഞ്ഞ പോലെ നമ്മൾ വെല്ലൂരിലേക്ക് എത്തി. വെല്ലൂരിൽ എത്തുന്ന ഇപ്പോൾ നമ്മൾ രാജഗിരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഫെറിറ്റിൻ്റെ ലെവല് ഓൾമോസ്റ്റ് 3000 എബോവാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു ദിവസം തലേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ രാജഗിരിയിൽ എല്ലാ ദിവസവും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് തലേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ 1500 ആണ്. അതിൻ്റെ പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫെറിറ്റിൻ ലെവൽ നേരെ 3000 ആയി. അപ്പോൾ അങ്ങനെയാണ് രാജഗിരി കൺഫേം ചെയ്തത് HLH എന്ന്. കാരണം HLHൻ്റെ ഇതാണ് ലൈക്ക് ഓരോ ദിവസവും ഫെറിറ്റിൻ ലെവൽ നേരെ ഡബിൾ ആവും എന്നുള്ളത്. അപ്പോൾ ഇൻഫെക്ഷൻ അങ്ങനെയാണ്, അത് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അവർ നേരെ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു ഡോക്ടർ അങ്ങനെയുള്ള ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതും ഈ പറഞ്ഞ പോലെ ലൈക്ക് മാറുമെന്നുള്ള ഉറപ്പില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ വെല്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നു വെല്ലൂരിൽ ഇവിടെ കൃപാസനം ഒന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ ദ വേയിലാണ് നമ്മളുമായിട്ട് ജോയിൻ ചെയ്തത്. കാരണം നമ്മളവിടെ നിന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഓൺ ദ വേയിൽ അവൾ ജോയിൻ ചെയ്തു. നമ്മൾ വെല്ലൂരിലെത്തി വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരെ എൻ്റെ ഇത് 1500 ലൈക്ക് 1500 മാറുകയാണ് ചെയ്തത്. ഇവളിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന തേന്, ഉപ്പ്, പിന്നെ തൈലം എന്നെ തേക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അത് മാത്രമല്ലാതെ വേറെ മെഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ രാജഗിരി ടു വെല്ലൂർ ചെയ്തപ്പോൾ ഒന്നും തന്നില്ല. അപ്പോൾ ആ 10 hours ട്രാവലിനുള്ളിൽ പിന്നെ ഞാൻ വെല്ലൂർ ചെന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി നോക്കിയപ്പോൾ അന്നേരം എൻ്റെ ഫെറിറ്റിൻ ലെവൽ 1500 ആണ്. അപ്പോൾ വെല്ലൂരിൽ എന്ന് വെച്ചാൽ അവർ ഈ HLH എന്ന് പറയുന്ന രോഗം ലൈക്ക് അത് അവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. പിന്നെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലഡ് ഇൻഫെക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ വെല്ലൂർ വെച്ചിട്ട് വേറെ മെഡിക്കേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, ബട്ട് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഈ പനിയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് എനിക്കൊരു 2 hours ലൈക്ക് രാജഗിരിയിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തന്നെ 2 hours ആണ്. 2 hours-നുള്ളിൽ എൻ്റെ പനി കുറഞ്ഞാലും 2 hours കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ 104 എൻ്റെ പനി വീണ്ടും വരും. പക്ഷേ വെല്ലൂരിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിൻ്റെ ഗ്യാപ്പ് കൂടി, ലൈക്ക് 8 hours ആയി ആദ്യം. പിന്നെ അത് കുറഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ December 7th കൂടി എൻ്റെ പനി കംപ്ലീറ്റ്ലി മാറി. അവന് പനി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന തേനും ഉപ്പൊക്കെ ഞാൻ എന്നോന് കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഭവം പറയാനുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു, ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യണമെന്നായിരുന്നു, മീൻസ് ഒരുമിച്ച് ഒരേ ലൊക്കേഷനിൽ നിൽക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിൽക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരേ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ, ഇവൻ ഈ അസുഖം വരുന്നതിന് മുന്നേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എത്ര പറഞ്ഞിട്ടും ഞാൻ എൻ്റെ ഒരു 100 ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എത്ര ചെയ്തിട്ടും എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇത് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് 2 ഇൻ്റർവ്യൂസ് തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. ഞാൻ ഒട്ടും പ്രിപ്പയർഡും ആയിരുന്നില്ല. കാരണം ഞാൻ ഇത്രയും മെൻ്റലി എക്സോസ്റ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഞാൻ ഇവനോട് തന്നെ പറഞ്ഞു, ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ആകെപ്പാടെ ഞാൻ കയറുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഈ ഒരു കോഡ് മാത്രമേ അറിയുള്ളൂ, എനിക്കിത് വന്നാൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കയറുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ അറിയുന്ന ആ ക്വസ്റ്റ്യൻ മാത്രമാണ് എനിക്ക് വന്നത്. അതുപോലെ തന്നെ എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ആ ക്വസ്റ്റ്യനും ഞാൻ ഇങ്ങനെയൊന്നും സോൾവ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റി. അവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു എന്നെപ്പറ്റി. അത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതെനിക്കൊരു ഇഷ്ടമുള്ള കമ്പനിയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒറ്റ റൗണ്ടിൽ തന്നെ എന്നെ സെലക്ട് ചെയ്തു. എൻ്റെ പ്രോസസ്സ് ഭയങ്കര സ്പീഡി ആയിട്ട് ചെയ്തു. എനിക്ക് പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ കിട്ടി. എല്ലാം കൊണ്ടും ഞാൻ അപ്പോൾ ഇവനോട് തന്നെ പറഞ്ഞു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയിട്ടുള്ളെങ്കിലും ഞങ്ങൾ എന്നും പള്ളിയിൽ പോകുന്നതോ അങ്ങനെ ഒന്നും ഞങ്ങളുടെ ലൈഫിലില്ല. ഞങ്ങൾ ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാറില്ല. ഞങ്ങൾ വളരെ അതായത് ഒരു 2 വട്ടമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ റെഗുലറായിട്ട് എല്ലാ സൺഡേസും ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവൻ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ എണീറ്റ് പോവും. പക്ഷെ ഇപ്പം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വന്നോട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് പേപ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഡൊണേഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഷോർട്ട് സ്പാനാണ്. അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾ ഇത്ര എത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ഇനിയും ചെയ്യും. പിന്നെ ഇത്രയും തന്ന മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 36-ാം അധ്യായം 26-ാം തിരുവചനം. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. നമുക്ക് മാംസള ഹൃദയം നൽകാൻ വേണ്ടി ദൈവമായ കർത്താവ് നമ്മെ ഒരുക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി എന്ന പ്രാർത്ഥനാ പദ്ധതി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിശ്വാസ ദുരന്തങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകൾ, അപ്രതീക്ഷിതമായി വരുന്ന രോഗാവസ്ഥകളിലെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ദുരന്തങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടാൻ വേണ്ടിയാണെന്നാണ് റിയ ജോർജ് ഇവിടെ ഏറ്റുപറയുന്നത്. ഇവർ 2 പേരും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള IT സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സാണ്. ഇവർക്കൊന്നിനും തന്നെ ഒരു കുറവുണ്ടാവുകയില്ല. ന്യൂലി മാരീഡ് കപ്പിൾ വളരെ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർക്ക് ദൈവം എന്നത് അവർ ജനിച്ചു വളർന്നപ്പോൾ ഉണ്ടായ പാരമ്പര്യങ്ങൾ കൈമാറിയ ഒരു വസ്തുത മാത്രമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആവശ്യം വന്നത് ഒരു വലിയ 1.5 ആവശ്യമായി എന്ന് റിയ ഇവിടെ ഏറ്റുപറയുകയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജോർജിന് വന്ന ഒരു വലിയ അസുഖത്തിൽ നിന്ന് വളരെ ജീവിതഭാരം ഒട്ടും തന്നെ ഇല്ലാതെ തന്നെ സൗഖ്യം നൽകിയ ഒരു വലിയ സാക്ഷ്യമാണിത്. HLH എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അദ്ദേഹത്തിന് വന്നപ്പോൾ അവർ ഓടി വന്നത് പരിശുദ്ധ അമ്മയിലേക്കാണ്. റേയ്ക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ഉപേക്ഷിച്ചാൽ ആൻറ്റിയുടെ കൂടെ ഇവിടെ വന്ന്
വെല്ലൂരിലേക്ക് പോകാനിരുന്ന ആ സമയത്തിൽ നിന്ന് ഹാഫ് വേ എടുത്തിട്ടാണ് യു ടേൺ എടുത്ത് മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുമ്പോൾ ഓൺ ദ വേയിൽ വണ്ടിയിലേക്ക് കയറി വഴിയിൽ നിന്നാണ് മകൾ ഹസ്ബൻഡിൻ്റെ കൂടെ വെല്ലൂരിലേക്ക് പോകാനുള്ള ട്രിപ്പ് എടുത്തത്. അവിടെ പോകുമ്പോൾ തന്നെ ഇവർ നേർച്ച വസ്തുക്കൾ ഈ മകൾ കൂടെ കൊണ്ടുപോയി അദ്ദേഹത്തിനെല്ലാം അപ്ലൈ ചെയ്യുകയും വളരെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയും ചെയ്ത് 10 മണിക്കൂർ ട്രാവൽ ചെയ്ത് വെല്ലൂരിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ടെസ്റ്റ് കാണിക്കുന്നത് എല്ലാം വളരെ നോർമൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. നമുക്കറിയാം, ഓട്ടോഇമ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശരീരത്തെ വളരെയധികം ബാധിക്കുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം തന്നെ നിർത്തിക്കളയുന്ന, നമ്മുടെ കാഴ്ചയെയും സംസാരത്തെയും മെമ്മറിയെയും സിസ്റ്റങ്ങളെയും എല്ലാം നിർത്തിക്കളയുന്നതാണ് ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അദ്ദേഹം HLH എന്നൊരു വലിയ വൈറസിലേക്ക് വഴുതി വീഴുന്ന ഒരു സ്ഥിതിയിലേക്കായിരുന്നു. അത് പരിശുദ്ധ അമ്മയുടെ ആ സ്പർശനത്തിൽ തന്നെ, ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയുടെ ആ സ്പർശനത്തിൽ അദ്ദേഹം വളരെ നോർമലായി അവിടെ നിന്ന് ഡിസ്ചാർജായി. വൈറൽ ഫീവർ എന്ന റിപ്പോർട്ടുമായിട്ടാണ് അവർ ഡിസ്ചാർജായി പുറത്തു വന്നത്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത സങ്കടങ്ങളിലും നമ്മുടെ എല്ലാ ജീവിത അസ്വസ്ഥതകളിലും ഉടൻ പരിഹാരം നൽകുന്ന ഒരമ്മയെയാണ് നാം ഇവിടെ ഒരു സാധ്യതയായി കാണുന്നത്. പരിശുദ്ധ അമ്മയോട് പരിശുദ്ധ അമ്മ എല്ലാം നോക്കിക്കാണുന്ന, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരമ്മ നമ്മുടെ ജീവിതത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ വലിയ വ്യത്യാസങ്ങൾ അമ്മ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലും നമ്മുടെ യാത്രയിലും നമ്മുടെ ജയിലിലായാലും നമ്മുടെ ജീവിത പ്രതിസന്ധികളിലും നമ്മുടെ ഓഫീസുകളിലും ജോലിയില്ലാത്ത അവസ്ഥയിലും എല്ലാം പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഇരിക്കുകയാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 8 മാസമായിട്ടുള്ള ഈ ഒരു ദാമ്പത്യം ആരംഭിക്കുമ്പോൾ തന്നെ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതാണ്. ഇനി ഞാനില്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്ന, നമുക്ക് ഈ ഒരുപാട് മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ സില്ലി കാര്യങ്ങൾക്ക് വേണ്ടി അവർ ജീവിത പങ്കാളിയെ വേണ്ട എന്ന് വെക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഇന്ന് പല ജീവിതങ്ങളും തരം താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തുടക്കത്തിൽ തന്നെ ഈശോയെ, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ജീവിതം മുന്നോട്ട് ഉടമ്പടിയിലൂടെ ജീവിക്കാനുള്ള ഒരു വലിയ തീരുമാനമായി ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും എല്ലാ ദമ്പതികൾക്കും വേണ്ടി, മാരീഡായിട്ടുള്ള എല്ലാ ദമ്പതികൾക്കും വേണ്ടി, ജീവിതം ആരംഭിച്ചിരിക്കുന്നവർക്കും ആരംഭിക്കാനിരിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കാനൊരു വലിയ കടപ്പാട് ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കൾക്കും ഉണ്ടെന്ന് നമുക്ക് ഓർമ്മിച്ചെടുക്കാം. അതുപോലെ തന്നെ റിയ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. എത്ര തന്നെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടും ഇവർക്ക് 2 പേർക്കും ഒരേ കമ്പനിയിൽ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യാനുള്ളൊരു വലിയ ആഗ്രഹം ഇവർക്ക് സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ എത്ര വലിയ കോൺഫിഡൻസും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടും 100% മെറിറ്റഡ് ആയിട്ടും ഇൻ്റർവ്യൂവിൽ സെലക്റ്റഡ് ആവുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് പോയപ്പോഴാണ് വളരെ ഒരു പോസിറ്റീവ് റിസൾട്ട് നൽകി ഈശോ അവരെ അനുഗ്രഹിച്ചത്. വിശ്വാസ ജീവിതത്തിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ജീവിതക്രമത്തിലും ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ നമുക്ക് കണ്ട് അനുഭവിക്കാൻ സാധിക്കും. ഒന്ന് മാത്രം, നീ എന്നോടുകൂടെ സഞ്ചരിക്കുക, അബ്രഹാത്തോട് ജയം ചെയ്ത് നീ എനിക്ക് മുൻപേ നടക്കുക എന്നൊരൊറ്റ കൽപ്പന മാത്രമേ നമുക്ക് പാലിക്കാനുള്ളൂ. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് റിയ